വയനാട് തലപ്പുഴയിൽ വീണ്ടും കടുവ. ഗോദാവരി ഉന്നതിക്ക് സമീപം സ്ഥാപിച്ച കൂടിനടുത്താണ് കടുവ എത്തിയത്. കടുവ എത്തിയെന്ന് സ്ഥിരീകരിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, വീണ്ടും ഈ കടുവ എന്നുള്ള നാട്ടുകാരുടെ ആശങ്ക, ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിസരത്തേക്ക് കടുവ പോയി എന്ന് പ്രദേശവാസി പറയുന്നു. എന്താണ് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്? നാട്ടുകാർ പറയുന്നത് എന്താണ് സമീർ? രജിത്ത്, പ്രദേശം വീണ്ടും ആശങ്കയുടെ നടുക്കിലാണ്. വളരെയേറെ ആശങ്കയോട് കൂടിയാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ഇന്നലെ രാത്രി 9 മണിയോടെ തലപ്പുഴ 43 എന്ന പ്രദേശത്ത് കടുവയെ കണ്ടിരുന്നു. സന്തോഷിന്റെ വീടിനോട് ചേർന്ന ഭാഗത്താണ് കടുവയെ കണ്ടത്. അക്കാര്യം സന്തോഷ് അറിയിക്കുകയും തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അവിടെ പരിശോധന നടത്തുകയും ചെയ്തു. അവിടെ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ കണ്ടത് അത് കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഒടുവിൽ വലിയ ആശങ്കയായിരുന്നു. പാൽ സൊസൈറ്റിക്ക് സമീപത്ത് കണ്ടിട്ടുള്ള 3 വയസ്സ് പ്രായമായിട്ടുള്ള കടുവയാണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ കടുവയെ പിടികൂടാൻ അവിടെ കൂട് സ്ഥാപിക്കുകയും ചെയ്തു. ആ കൂട് സ്ഥാപിച്ചിരിക്കുന്നത് ഗോദാവരി ഉന്നതിക്ക് സമീപമാണ്. അവിടെയാണ് ഏകദേശം 1 മണിക്കൂറിന് മുമ്പ് വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നാട്ടുകാരാണ് അവിടെ കണ്ടത്. അവിടെ നിന്ന് കോളേജിന്റെ ഭാഗത്തേക്ക് പോയി എന്നുള്ള കാര്യമാണ് നാട്ടുകാർ അറിയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിക്കൊണ്ട് പരിശോധന നടത്തുന്നത്. രാത്രി പട്രോളിംഗ് ശക്തമാക്കും എന്ന കാര്യവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, നാളെ വിശദമായിട്ടുള്ള തെരച്ചിൽ നടത്താനും വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് ഈ കൂട്ടിനകത്ത് തന്നെ ഈ കടുവ കുടുങ്ങാനുള്ള സാധ്യത കൂടി വനംവകുപ്പ് കാണുന്നുണ്ട്. ആ പ്രദേശത്ത് തന്നെ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് പഞ്ചായത്തും വനംവകുപ്പും പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാത്രി സമയത്ത് പുറത്തിറങ്ങരുത്, ഒറ്റയ്ക്ക് നടക്കരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിൽ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആശങ്കയിലാണ് പ്രദേശവാസികൾ. ശ്രീജിത്ത്, ശരി, പ്രദേശത്ത് ഇപ്പോൾ വനംവകുപ്പിന്റെ തെരച്ചിൽ നടക്കുന്നുണ്ട്. നാളെ അല്പം കൂടി വിപുലമായ തെരച്ചിലിന് വനംവകുപ്പ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുമുണ്ട്. പ്രദേശവാസികളുടെ അവസ്ഥയാണ് കഷ്ടം. ഇങ്ങനെ വന്യമൃഗങ്ങളെ പേടിച്ച്, കടുവ, പുലി, കാട്ടാന, അതൊക്കെ പേടിച്ച് ഇങ്ങനെ ആളുകൾ കഴിയുന്ന സാഹചര്യം, ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യം, അത് ഉറപ്പായും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ കാര്യക്ഷമമായ ഇടപെടൽ ഈ വിഷയങ്ങളിൽ, പൊതുവായി ഈ വിഷയങ്ങളിൽ ഉണ്ടാവട്ടെ. സമീർ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.